ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡോക്ടർ അതുല്യ. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ കുഞ്ഞു മോനോ മകളോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഡെവലപ്മെൻറ്റ് വൈസ് എന്ന് നോക്കാം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ 4ആയിട്ടാണ് തിരിക്കുന്നത്. 1 അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, 2 അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെൻറ്റ്, 3 ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, 4 സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെൻറ്റ്. ഇത് 4 കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച കറക്റ്റാണോ, ആ പ്രായത്തിനനുസരിച്ചുള്ളതാണോ എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ കുഞ്ഞുമക്കളുടെ കഴുത്തൊക്കെ ഉറച്ചിട്ടുണ്ടാവും. കഴുത്തുറച്ച് മക്കൾ കമലാൻ തുടങ്ങിയിട്ടുണ്ടാവും. അവർക്ക് കമന്ന് കഴിയുമ്പോൾ അവരുടെ 2 കൈയിലേക്കും പൂർണ്ണമായിട്ടും ഭാരം കൊടുത്തുകൊണ്ട് നെഞ്ചിന് മുകളിലേക്ക് വരെ, അതായത് വയറിന് മുകളിലേക്കുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് പൊക്കി നിർത്താൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ 2 കൈയിലേക്കും പ്രഷർ കൊടുത്ത് നന്നായി ആഞ്ഞ് മുമ്പോട്ട് നിൽക്കാൻ അവർ ആയിട്ടുണ്ടാവും കമന്ന് കിടക്കുമ്പോൾ. പിന്നെ ഇവർ നമ്മൾ ഇരുത്തുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അവർ ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ കഴുത്തൊക്കെ നേരെ പിടിച്ച് ഇരിക്കാറായിട്ടുണ്ടാവും. ഇനി നമ്മൾ അവരെ ഒന്ന് പതിയെ ഇരുത്തി നോക്കി കഴിയുമ്പോൾ അവർ സിറ്റ് വിത്ത് സപ്പോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അവരുടെ 2 കൈയും മുമ്പിലേക്ക് കുത്തി അവർ മുമ്പോട്ട് ആഞ്ഞ് വീഴാത്ത രീതിയിൽ കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ട്രൈപോഡ് സിറ്റിംഗ് എന്നും പറയും. 2 കൈയും മുന്നോട്ടാഞ്ഞ് അവർ ഇരിക്കുന്നതിന് നമ്മൾ ട്രൈപോഡ് സിറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും 6 മാസം ആകുമ്പോഴേക്കും നമ്മളുടെ മക്കൾ ചെയ്തിട്ടുണ്ടാവുക. അവരുടെ കഴുത്തൊക്കെ കുറച്ചിട്ടുണ്ടാവും, കമലാൻ പഠിച്ചിട്ടുണ്ടാവും. അവരെ നമ്മൾ ഇരുത്തുമ്പോൾ നേരെ കഴുത്തൊക്കെ നേരെ വെച്ച് ഇരിക്കാൻ, സപ്പോർട്ടോടുകൂടി ഇരിക്കാനുള്ള ഒരു കെൽപ്പ് അവർക്ക് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് നോക്കാം. അതായത് ഒരു 3 മാസത്തിനും 5 മാസത്തിനും ഇടയ്ക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൈ വിരലുകളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് ചിലപ്പോൾ അവരിങ്ങനെ അവരുടെ വിരലുകളെല്ലാം സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അവർ ആദ്യമൊക്കെ 2 കൈ കൊണ്ടായിരിക്കും നമ്മൾ കളിപ്പാട്ടമൊക്കെ കൊടുക്കുമ്പോൾ വാങ്ങിക്കുക. 2 കൈ കൊണ്ടായിരിക്കും ഇങ്ങനെ വാങ്ങിക്കുന്നത്. പിന്നീട് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും അവർ 1 കൈ കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ആയിട്ടുണ്ടാവും. നമ്മളൊരു കളിപ്പാട്ടോ ഒരു കിലിക്കയോ ഒക്കെ കൊടുക്കുമ്പോൾ ആദ്യം അവർ 2 കൈ കൊണ്ട് വാങ്ങിക്കുന്നത് 1 കൈ കൊണ്ട് വാങ്ങിക്കാറായിട്ടുണ്ടാവും. 1 കൈയിൽ നിന്ന് അവരുടെ കളിപ്പാട്ടം കളിക്കുന്നതിൻ്റെ ഇടയിലേക്ക് മറ്റൊരു കൈയിലേക്ക് മാറ്റും, അതായത് ട്രാൻസ്ഫർ ചെയ്യാനും ആയിട്ടുണ്ടാവും. അത് 7 മാസത്തോടൊക്കെ അടുക്കുമ്പോൾ, 6 മുതൽ 7 മാസത്തിലാവുമ്പോഴാണ്. പക്ഷെ 6 മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ 1 കൈയിൽ കളിപ്പാട്ടമൊക്കെ എടുക്കാനും സാധനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് മക്കളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഒരു 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ആര് കുഞ്ഞുങ്ങളുടെ അടുത്ത് ചിരിച്ച് സംസാരിച്ചാലും, ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചാലും അവർ ചിരിച്ച് കാണിക്കും. ഇതിന് നമ്മൾ സോഷ്യൽ സ്മൈൽ എന്ന് പറയും. പിന്നെ നമ്മൾ നോക്കുന്നത് അവർക്ക് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും മദർ റിഗാർഡ് വരും. അതായത് അവർക്ക് അവരുടെ അമ്മയെ തിരിച്ചറിയാൻ പതിയെ അവരിങ്ങനെ തുടങ്ങും. അവരുടെ അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, നമ്മളിങ്ങനെ അമ്മമാരെ പാല് കൊടുക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചുറ്റുവട്ടത്തു നിന്നും പരിസരത്തു നിന്നും ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, നമ്മൾ അമ്മമാരെ അവർ തിരിച്ചറിയാൻ തുടങ്ങും. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങളിൽ സ്ട്രേഞ്ചർ ആങ്സൈറ്റി വരും. അതായത് പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് എടുക്കാനൊക്കെ ചെല്ലുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ചിടുങ്ങാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കും. അതാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോയൊക്കെ പറയുമ്പോൾ, അതായത് അത് വേണ്ട എന്നൊക്കെ നമ്മൾ മുഖം ചുളിച്ച് സംസാരിക്കുമ്പോൾ, നമ്മളുടെ മുഖഭാവം മാറുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവർ കരയാനും ചിണുങ്ങാനും ഒക്കെ തുടങ്ങും. ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ 2 മാസം ആകുമ്പോഴത്തേക്കും സോഷ്യൽ സ്മൈലിൻ്റെ കാര്യം പറഞ്ഞു. അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കുഞ്ഞുങ്ങൾ പതിയെ ഒച്ചയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർ കുടുങ്ങി ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. വലിയ കൂന്നത് പോലത്തെ ഒച്ച, ആന്നോ ഊന്നോ ഒക്കെ ഒച്ച ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴേക്കും ഒറ്റ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. മാനോ പാനോ ഔന്നോ അങ്ങനെ ഒറ്റ
ഒച്ചയുള്ള ശബ്ദങ്ങൾ, അങ്ങനത്തെ ഒച്ചകളൊക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കൂവാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഉറക്കെ കൂവും. ഇനി 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ അവരെ ഒരു സാധനമൊക്കെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള, അതായത് റെഡും യെല്ലോയും കളറൊക്കെയുള്ള ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് പോകുന്നത് നോക്കും. നമ്മളിങ്ങനെ നീക്കിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ കണ്ണും അതിനൊപ്പം ഇങ്ങനെ ആ ഒബ്ജക്റ്റിനെ ഫോളോ ചെയ്യുന്നത് കാണാം. ഇനിയിപ്പോൾ കേൾവിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ആ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കും. ഏത് സൈഡിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്നൊക്കെ ഒരു പരിധി വരെ നോക്കും. ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ മക്കളും വ്യത്യാസമുള്ളവരാണ്. അവരുടെ ഗ്രോത്തിൻ്റെ രീതി പലതായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. പിന്നെ പ്രീ ടേം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മക്കളൊരു 37 ആഴ്ചയ്ക്ക് മുന്നേ ഉണ്ടായവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ഉണ്ടാവും. അപ്പോൾ ഒരു 28 ആഴ്ചയിലും 32 ആഴ്ചയിലും ഒക്കെ ഉണ്ടായ കുഞ്ഞ് അതിനനുസരിച്ചാണ് കുറച്ചുകൂടെ വൈകിയായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടാവുക. എല്ലാവരും അങ്ങനെ വൈകി ചെയ്യുമെന്നല്ല, കറക്റ്റായി ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഉണ്ടാവും. എന്നിരുന്നാലും ഇങ്ങനെ പ്രീ ടൈം കുഞ്ഞുങ്ങളെ ഈ പറയുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തില്ല എന്നോർത്ത് അമ്മമാരും അച്ഛന്മാരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു മാസം തികഞ്ഞുണ്ടായ കുഞ്ഞ് സാധാരണ രീതിയിൽ ചെയ്യേണ്ട നോർമൽ കാര്യങ്ങളാണ്. അപ്പോൾ മാസം തികയാതെ ഉണ്ടായ മക്കളുടെയൊക്കെ ഡെവലപ്മെൻറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അതൊന്നും ഓർത്താരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ചിന്തകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഇത് ചർച്ച ചെയ്യാതെ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ പീഡിയാട്രീഷ്യനെ കണ്ട് സംസാരിക്കുക. നിയോനേറ്റോളജിസ്റ്റിനെയോ പീഡിയാട്രീഷ്യനെയോ മറ്റോ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്.